എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുൽത്താന നജീബ്, ചിലങ്ക സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഒരു ചെറിയൊരു നൃത്ത പ്രോഗ്രാമാണ് നമ്മുടെ കുട്ടികളുടെ അമ്പലത്തിലാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ആക്കുളത്തുള്ള കരിമണൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഡാൻസ് പ്രോഗ്രാമിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, നമ്മുടെ കുട്ടികൾ റെഡിയാകുന്നതും അവരുടെ പ്രോഗ്രാംസിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ആഡ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുങ്ങുന്നതും എല്ലാം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറുന്ന വഴിയാണ്. പുറത്തുനിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടെ ക്ലാസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസിനൊക്കെ നല്ല സൗകര്യമാണ് ക്ലാസ്സിനകത്തേക്ക് കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കുട്ടികളെ ഇറക്കാനും അവരവിടെ വെയിറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെ സൗകര്യമുണ്ട്. നിറയെ സ്പേസ് ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാംസ് വരുവാണെങ്കിലൊക്കെ പാരൻസിന് കാർ ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ റോഡ് ബ്ലോക്ക് ആയില്ല. നമുക്ക് ഡാൻസ് മാത്രമല്ല ഉള്ളത്, നമുക്ക് മ്യൂസിക് ഉണ്ട്, സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, പിന്നെ വയലിൻ, കീബോർഡ്, ഗിത്താർ ഉണ്ട്, നമുക്ക് ഡ്രോയിങ് ഉണ്ട്, കരാട്ടെ, ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉച്ച സമയമാണ് കേട്ടോ, നല്ല വെയിലും ഉണ്ട്. അപ്പം ഞാൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് വരാണ്. അപ്പം നമ്മുടെ കുട്ടികൾ അവരുടെ ഫേസും ഹെയറും ചെയ്തിട്ട്, ഹെയർ പകുതിയായുള്ളൂ, ഇരിക്കുവാണ്. ഇത് ജയൻചേട്ടൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയിലാണ്. ജയൻചേട്ടനാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നത്. എനിക്കും എൻ്റെ കുട്ടികൾക്കും എല്ലാം ഡാൻസിന് സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ജയൻചേട്ടനാണ്. ജയൻചേട്ടനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും അറിയണ്ട, എനിക്കൊരു ടെൻഷനുമില്ല. പുള്ളി വന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് എൻ്റെ കുട്ടികളെ വളരെ സുന്ദരികളാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ. എനിക്ക് ചെറുപ്പം മുതലേ ചേട്ടനാണ് ചെയ്യുന്നത്. എൻ്റെ കോമ്പറ്റീഷൻസിലും എൻ്റെ പ്രോഗ്രാംസിലും എല്ലാം ചേട്ടൻ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാറുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ഞാൻ കുറച്ച് റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുകയായിരുന്നു അവരെ. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഓർണമെൻറ്റ്സും ഹെയർ ആക്സസറീസും ഒക്കെയാണ്. റെഡിയാണോ എല്ലാവരും? എന്താടി ഒരു ഉഷാറില്ലാത്തത്? ടക്കടു നൈനു റെഡിയാണോ? നന്നായിട്ട് കളിക്കുവോ? ഗുഡ് ഗേളായിട്ട് കളിക്കുവോ? തെറ്റിക്കാതെ കളിക്കുവോ? പ്രാക്ടീസ് ചെയ്താ? ഈ കാണുന്ന കോസ്റ്റ്യൂം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കോസ്റ്റ്യൂമാണ്. ഇത് ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത കോസ്റ്റ്യൂമാണ്. ഇത് ഞാൻ റെൻറ്റിന് എടുത്തതാണ്. ഇതെനിക്ക് തന്നത് സിദ്ര കോസ്റ്റ്യൂംസ്, തൃശ്ശൂരുള്ള സിദ്ര കോസ്റ്റ്യൂംസാണ് എനിക്കിത് തന്നത്. സിദ്ദീഖ് ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസാണ് ഇതൊക്കെ. സിദ്ദീഖാണ് എനിക്ക് എപ്പോഴും കോസ്റ്റ്യൂംസൊക്കെ തരുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാമിന് സ്ഥിരമായിട്ട് അരങ്ങേറ്റത്തിനൊക്കെ കോസ്റ്റ്യൂംസ് ചെയ്തു തരുന്നതാണ് സിദ്ദീഖ്. എനിക്ക് നമ്മുടെ എന്താണോ ആവശ്യം അത് കറക്റ്റായിട്ട് സിദ്ദീഖ് ഞങ്ങൾക്ക് ചെയ്ത് തരാറുണ്ട്. ഓർണമെൻറ്റ്സ് ആവട്ടെ, എല്ലാം വളരെ മനോഹരമായിട്ട് സിദ്ദീഖ് ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് സിദ്ദീഖിൻ്റെ അടുത്ത് നിന്നാണ് കോസ്റ്റ്യൂം എടുക്കുന്നത്. ഈ റെഡ് കളർ കോസ്റ്റ്യൂം കണ്ടോ? ഈ റെഡ് കളർ കോസ്റ്റ്യൂമൊക്കെ വളരെ ഭംഗിയായിരുന്നു. സ്റ്റേജിൽ കാണാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കുട്ടികൾ റീലെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ അവർക്ക് റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഒരു സമയം ഒരു 6 മണി ആയായിരുന്നു. ഇവർ റെഡിയായി, നമ്മൾ എത്ര രാവിലെ റെഡിയായി തുടങ്ങിയാലും പ്രോഗ്രാം ടൈം ആകുമ്പോൾ ഒരു ബിസിയാണ്. പക്ഷേ ഈ പ്രോഗ്രാമിന് അത്യാവശ്യം നേരത്തെ തന്നെ നമ്മൾ റെഡി ആയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി റീൽസൊക്കെ ചെയ്തു. കുട്ടികൾ വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് ആ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അവർ റീൽസൊക്കെ എടുക്കാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അവർ നന്നായിട്ട് എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ചെറിയ മക്കൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. അവർ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു 8 ആയപ്പോഴേ ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ എത്തിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സീനിയർ കുട്ടികളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് 3 ബാച്ചാണ്. ഞങ്ങൾ ടോട്ടൽ ഒരു 13 പെർഫോമൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 1.5 hour ആയിരുന്നു പ്രോഗ്രാം. ഇതൊരു കാട്ടിലമ്മ എന്ന് പറയുന്ന ഒരു ഡാൻസായിരുന്നു, ഒരു ഗ്രൂപ്പായിരുന്നു. വളരെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. ആ സ്റ്റേജിൽ ആ ഡ്രസ്സ് കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇതെൻ്റെ ജൂനിയർ ബാച്ചാണ്. അവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അവരുടെ ഒരു പുതിയ ഐറ്റം ആയിരുന്നു.
ഞാൻ കമ്പോസ് ചെയ്തൊരു പുതിയ ഐറ്റം ആയിരുന്നു. അതൊക്കെ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്പലത്തിൽ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. ആ അമ്പലത്തിൽ ആ ഒരു പറമ്പ് നിറച്ചും ആൾക്കാരായിരുന്നു. വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു പെർഫോമൻസ് കാണാനായിട്ട്. നമ്മൾ ചെന്നത് 8:30 ആണെങ്കിൽ പോലും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടാവാനായിട്ട് ലേറ്റായി. അത്യാവശ്യം നന്നായിട്ട് ലേറ്റായി. ഒരു 9:30 ഒക്കെ കഴിഞ്ഞു. വേറെ കുറച്ച് പ്രോഗ്രാംസ് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ലേറ്റായി. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ടയേർഡായി പോവുമോ എന്നൊരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് അവർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്കൊന്ന് ഓക്കെ ആക്കി നിർത്തി. കാരണം കുഞ്ഞുങ്ങളല്ലേ, രാവിലെ മുതലേ അവർ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുവാണല്ലോ. പക്ഷേ അവർ സ്റ്റേജിൽ കയറിയപ്പോൾ അവരുടെ രീതിയൊക്കെ അങ്ങ് മാറി. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. കാരണം ഇത്രയും ഓഡിയൻസിനെയൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര എനർജറ്റിക്കായി. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടൊരു 4 months ആയിട്ടുള്ളൂ. അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളാണ്. അവർ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള അവരുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെങ്ങനെ ചെയ്യും എന്നുള്ളത്. ഒരു സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസാണ് ഞാൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 11 ആയി. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എനിക്കൊരു കുഞ്ഞു മോളുണ്ട്, 4 months ആയിട്ടുള്ള ഒരു ചെറിയ മോളാണ്. അപ്പോൾ അവളെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഗ്രാൻഡ് മദറും ആൻറ്റിയും ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിൻ്റെ അടുത്ത് എത്താനായിട്ടുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. എന്തായാലും പ്രോഗ്രാമൊക്കെ നന്നായി കഴിഞ്ഞു. കുഞ്ഞും വീട്ടിൽ ഹാപ്പി ആയിട്ടിരുന്നു, ഉറങ്ങി. അതുകൊണ്ട് ഞാനും സമാധാനമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. താങ്ക് യു.